എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഹൈപ്പ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ദേവയാനി നയനോട് പറയുന്നുണ്ട് കറക്റ്റ് ടൈമിൽ ഫുഡ് കഴിക്കണം, അതിനോ യാതൊരു മാറ്റവും വരുത്തിയേക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഫോം വയ്ക്കും. ഫോം വെച്ച് കഴിയുമ്പം ആദർശ് പറയുന്നുണ്ട്, നീ ഇങ്ങോട്ട് വന്നതിന് ശേഷം അമ്മയ്ക്ക് ഭയങ്കര ടെൻഷനാണ്, അതുകൊണ്ട് അമ്മ ഇങ്ങനെയൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്, എന്തെങ്കിലും കുഴപ്പം കണ്ടെത്തി നിന്നെ അവിടെ പിടിച്ചു നിർത്താൻ അമ്മ നോക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം നയന പറയുന്നുണ്ട്, പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞാൽ ആദ്യത്തെ 1 മാസം ശ്രദ്ധിക്കണം, അത് കഴിഞ്ഞാൽ നമ്മൾ ജോലിയൊക്കെ ചെയ്തു തുടങ്ങാം, കുഴപ്പമൊന്നുമില്ല, ഡോക്ടറും അങ്ങനെയല്ലേ പറഞ്ഞത് എന്നൊക്കെ പറയും. അത് കഴിഞ്ഞ് ആദർശ് പറയുന്നുണ്ട്, ഇനിയിപ്പോൾ 2 ആഴ്ച നീ മിക്കവാറും വീട്ടിൽ തന്നെ നിൽക്കേണ്ടി വരും, ഞാനിവിടെ കാണില്ല, നമ്മളുടെ ഗൾഫിലെ കമ്പനികളെല്ലാം ആകെ കുളമായി കിടക്കുവാണ്, അവിടെ ചെന്നൊരു ശുദ്ധികലശം നടത്തണം, കുറേ നാളായി ഞാൻ അങ്ങോട്ട് പോയിട്ട്, അതുകൊണ്ട് 2 ആഴ്ച അവിടേക്ക് പോവേണ്ടി വരുമെന്ന് പറയുവാണേ. അന്നേരം നയനയ്ക്ക് അശ്വ 2 ആഴ്ച പോകേണ്ടി വരുമോ എന്ന് വെച്ച് ഭയങ്കര വിഷമമാണ്. അന്നേരം ആദർശ് പറയുന്നുണ്ട്, നീ വിഷമിക്കൊന്നും വേണ്ട, നീ എങ്ങനെയെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക, വീട്ടിൽ അവരെല്ലാവരും ഉണ്ടല്ലോ, പിന്നെ ഞാനില്ലാത്ത സമയത്തും വീട്ടിലുള്ളവരുടെ കാര്യമൊക്കെ നീ ശ്രദ്ധിച്ചോണം, നിൻ്റെ ആരോഗ്യം ശ്രദ്ധിച്ചോണം എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ആദർശ് പറയും, എനിക്കാകെ വിഷമമാവും അവിടെ ചെന്ന് കഴിയുമ്പം, കാരണം നിനക്ക് ചുറ്റും ആൾക്കാരുണ്ട്, അവിടെ ചെല്ലുമ്പോൾ ഒറ്റയ്ക്കായി പോകുന്ന ഞാനാണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്ന അഭിയാണ്. അഭിയനെ ആ ഗൾഫിലിരുന്ന് ആ മനുഷ്യൻ വിളിക്കുന്നുണ്ട്. അയാൾ വിളിച്ചിട്ട് പറയുവാണ്, ആദർശ് ഇങ്ങോട്ട് പോരാനുള്ള തീരുമാനമൊക്കെ എടുത്ത് കാണുമായിരിക്കും, കാരണം അത്രത്തോളം ഇവിടം കുളവാക്കി ഇട്ടേക്കുവാണ്, അതെല്ലാം ചെയ്തത് ഞാൻ തന്നെയാണ്, അവൻ ഇവിടെ വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നിൻ്റെ സങ്കടം ഞാൻ തീർത്തിരിക്കും, അങ്ങ് കേരളത്തിൽ മൂർത്തി ജ്വല്ലറിയുടെ ഉടമസ്ഥന്മാർക്കുള്ള സ്വാധീനമൊന്നും ഇവിടെ ഗൾഫിലില്ല, ഇവിടെ എനിക്കാണ് സ്വാധീനം കൂടുതൽ, അതുകൊണ്ട് വന്ന പോലെ അവൻ തിരിച്ചു പോകില്ല എന്ന് പറയും. എന്നിട്ട് എടുത്ത് പറയുന്നുണ്ട്, ഇനിയിപ്പോൾ ആ കിളവനാ വരുന്നതെങ്കിൽ പോലും എന്താ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്കറിയാം, അതൊക്കെ ചെയ്തിരിക്കും, അവൻ അങ്ങനെയൊന്നും ഇവിടുന്ന് രക്ഷപ്പെടില്ല എന്നൊക്കെ പറയുന്നു. അഭിക്ക് അത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അതുപോലെ തന്നെ വീട്ടിലും ഗൾഫിലെ കമ്പനികളുടെ കാര്യത്തിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇതിനു മുമ്പ് ഇതുപോലെ എന്ത് പ്രശ്നങ്ങൾ വന്നാലും ആദ്യമേ അങ്ങോട്ട് പോകുന്നത് ഞാനായിരുന്നു, ഈ പ്രാവശ്യവും ഞാൻ പൊയ്ക്കോളാം, കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നു. പക്ഷേ അവർ പറയുന്നുണ്ട്, മുത്തശ്ശൻ ഇത്രയും പ്രായമൊക്കെ ആയില്ല, മുത്തശ്ശൻ പോകണ്ട എന്ന്, ജയനും അജയനും ഒക്കെ പൊക്കോളൂ എന്ന് ദേവേനും ഒക്കെ പറയുന്നു. അന്നേരം അങ്ങോട്ടേക്ക് അനിയും വരുന്നുണ്ട്. അപ്പോൾ അനിയോട് ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ അനിയോട് ഇതിനെപ്പറ്റി ചോദിക്കുമ്പോൾ അനി പറയുന്നത്, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ പഠിച്ചു വരുന്നേ ഉള്ളൂ, അങ്ങ് ഗൾഫിൽ പോയി പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനുള്ള കഴിവൊന്നും എനിക്ക് ആയിട്ടില്ല എന്ന് പറയുന്നു. അന്നേരം ജയൻ പറയുന്നുണ്ട്, നിനക്കതൊക്കെ ഒരു തോന്നലാണ്, കാരണം നിനക്ക് ആദ്യമേ കമ്പനി വന്നപ്പം ബുദ്ധിമുട്ടില്ലായിരുന്നു, പക്ഷെ നീ അതെല്ലാം സെറ്റാക്കി എടുത്തില്ലേ, പല ഐഡിയയും പുതിയതായിട്ട് കൊണ്ടുവരുന്നു, ഇപ്പോൾ ഇവനാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അന്നത്തേക്കും ആദർശം നയനെ അങ്ങോട്ട് വരും. ആദർശനോട് ഈ കാര്യം പറയുമ്പം ആദർശം പറയുക, അയ്യോ അതിന് ഇനി വേറൊരു ചർച്ചയുടെ ആവശ്യമൊന്നുമില്ല, ഞാൻ ടിക്കറ്റ് പോലും ബുക്ക് ചെയ്ത് കഴിഞ്ഞു അങ്ങോട്ട് പോകാനുള്ളത് എന്ന്. അന്നേരം മുത്തശ്ശൻ ചോദിക്കും, അതെന്താ നീ എന്നോട് പറയാതെ ബുക്ക് ചെയ്തത്, നീ ഈ സമയത്ത് ഇവിടുന്ന് മാറി നിന്നാൽ ശരിയാവുമോ, നയനമോളുടെ അടുത്ത് നീ എപ്പോഴും വേണ്ടതല്ലേ എന്നൊക്കെ ചോദിക്കുവാണ്. അന്നേരം ആദർശ് പറയുന്നുണ്ട്, ഞാനിതെല്ലാം അവളോടും ഡിസ്കസ് ചെയ്തു, അവൾക്കും വലിയ പ്രശ്നമൊന്നുമില്ല, അവൾ നിങ്ങളുടെ കൂടെ നിന്നോളാം എന്ന് പറഞ്ഞു, ഞാൻ അവിടെ ചെന്നാലേ ശരിയാവുകയുള്ളൂ, കണക്കുകളൊന്നും ഇപ്പം ഇവർക്കാർക്കും അറിയില്ലല്ലോ, അതുകൊണ്ട് ആദർശ് തന്നെ പൊയ്ക്കോളാം എന്ന് പറയുവാണ്. അപ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് ജലജയും അഭിയും ഇറങ്ങി വരുന്നുണ്ട്. അന്നേരം ആദർശ് 2 ആഴ്ച ഇവിടുന്ന് മാറി നിൽക്കുവാണ് എന്ന് പറയുമ്പം ജലജ ചോദിക്കുന്നുണ്ട്, 2 ആഴ്ച ആദർശ് ഇവിടുന്ന് മാറി നിന്നിട്ടുണ്ടെങ്കിൽ കമ്പനിയിലെ കാര്യങ്ങളൊക്കെ ആര് നോക്കുമെന്ന്. അന്നേരം ആദർശ് പറയും, ഞാൻ ഇവിടുന്ന് മാറി നിൽക്കുമ്പം ആ ചുമതല ഞാൻ അനിയെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്, അനി നോക്കിക്കോളൂ എന്ന് പറയുമ്പം എനിക്ക് ഭയങ്കര ടെൻഷനാണ്, ഏട്ടാ എന്നെക്കൊണ്ട് തന്നെ പറ്റില്ല എന്നാണ് പറയുന്നത്. ആദർശ് പറയുന്നുണ്ട്, അതൊക്കെ നിൻ്റെ വെറും തോന്നലാണ് എന്ന്. അന്നേരം ജലജ പറയും, എന്തിനാ എല്ലാം കൂടെ അവനെ ഏൽപ്പിക്കുന്നത്, ഇവിടെ അഭി നിൽപ്പില്ലേ, ഇവനെ ഒരു 2 ആഴ്ചത്തേക്ക് കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കുക, അങ്ങനെയെങ്കിലും അവൻ്റെ കഴിവ് തെളിയിക്കാൻ സാധിക്കുമല്ലോ എന്ന്. അന്നേരം ആദർശ് പറയുന്നുണ്ട്, അവൻ ഏതായാലും കമ്പനി ഏൽപ്പിക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല, അവനെ അതിൻ്റെ അകത്ത് കയറ്റാൻ പോലും എനിക്ക് സമ്മതമല്ല, ആ രീതിയിലുള്ള കാര്യങ്ങൾ അവൻ ചെയ്തു വെച്ചേക്കുന്നത്, അതുകൊണ്ട് അത് നടക്കില്ല എന്ന് പറയുന്നു. അതങ്ങ് തീരെ ഇഷ്ടപ്പെടുന്നില്ല ജലജയ്ക്ക്, ദേഷ്യം വരുന്നുണ്ട്. അന്നേരം ഇത് കേട്ടുകൊണ്ട് നിൽക്കുന്ന അഭിക്കും ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ കാര്യങ്ങളെല്ലാം അനിയെ ഏൽപ്പിച്ചിട്ട് പോകാൻ വേണ്ടി തീരുമാനമാവുക. അന്നേരം ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന ജലജയ്ക്ക് ദേഷ്യം വരുന്നു, അവർ അകത്തേക്ക് കയറി പോകാൻ തുടങ്ങുന്നു. അതുപോലെ അഭി മനസ്സിലിങ്ങനെ ഓർക്കുവാണ്, ഈ കാണിക്കുന്ന അവഗണനയ്ക്കും പുച്ഛത്തിനും നിനക്ക് തക്കതായ മറുപടി കിട്ടിയിരിക്കും, നീ ഗൾഫിലോട്ട് അങ്ങ് ചെല്ല്, നീ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ എന്ന്. അവരങ്ങ് പോയി കഴിയുമ്പം ദേവേനി പറയുന്നുണ്ട്, അവനൊന്നും കൊടുക്കാത്തതുകൊണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന്. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട്, അത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാത്തത് അവൾക്കായിരിക്കും, ജലജയ്ക്ക്, അവളുടെ കയ്യിലിരിപ്പ് കൊണ്ടും അവളുടെ വളർത്തുഗുണം കൊണ്ടുമാണ് അവളുടെ മക്കൾ ഇങ്ങനെ പോയത് എന്ന് പറയുന്നു. അന്നേരം മുത്തശ്ശനും അജയനും ജയനും എല്ലാവരും പറയുന്നുണ്ട്, കമ്പനിയിലെ എല്ലാ ചുമതലകളും ഇപ്പോൾ അനിയെയാണ് ഏൽപ്പിച്ചേക്കുന്നത്, അനിയുടെ കീഴിലാണ് അഭി വർക്ക് ചെയ്യുന്നതും, അതുകൊണ്ട് തന്നെ അഭിയുടെ കാര്യത്തിൽ നിനക്ക് എന്ത് തീരുമാനം വേണമെങ്കിലും എടുക്കാം, അത് ഞങ്ങളെല്ലാവരും അംഗീകരിക്കുമെന്നും പറയുന്നുണ്ട്.
ഏതായാലും റൂമിലേക്ക് ചെല്ലുന്ന ജലജയ്ക്ക് ആകെ ദേഷ്യമാണ്. ജലജ അഭിയോട് ചോദിക്കുന്നുണ്ട്, എന്തിനാടാ ഇങ്ങനെ ജീവിക്കുന്നത്, പോയി ചത്തൂടെ എന്നൊക്കെ. അന്നേരം അഭി പറയുന്നുണ്ട്, അമ്മ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്, ആദർശിൻ്റെ മുകളിൽ വരണമെന്ന് അമ്മയേക്കാൾ കൂടുതൽ ആഗ്രഹിച്ചത് ഞാനാണ്. എന്നിട്ടാണ് ഇതുപോലെ ഒരു അവസ്ഥയിലേക്ക് ഞാൻ എത്തിയത്. അതിൻ്റെ പ്രതികാരം ഞാൻ വീട്ടിയിരിക്കും. അതുകൊണ്ട് അവൻ അങ്ങ് ഗൾഫിലോട്ട് ചെല്ലട്ടെ, അവനുള്ള പണി അവിടെ കിട്ടിക്കോളൂ എന്ന് പറയുക. എന്നിട്ട് ജലജ ചോദിക്കുന്നുണ്ട്, ഇവിടെ ഈ കേരളത്തിൽ അവനെ പൂട്ടാൻ നിനക്ക് സാധിച്ചില്ല, പിന്നെയാണോ ഗൾഫിൽ എന്ന് ചോദിക്കുമ്പം അഭി പറയുന്നുണ്ട്, ഗൾഫിൽ ഞാനല്ല അവനെ പൂട്ടാൻ വേണ്ടിയിരിക്കുന്നത്, വേറൊരാളാണ്. അതുപോലെ തന്നെ ഗൾഫിലെ പോലെ തന്നെ ഇവിടെയും അവർക്ക് എതിരാളികളായിട്ട് ഒരു കമ്പനി വരുന്നുണ്ട് എന്ന് പറഞ്ഞ് കമ്പനിയുടെ പേര് പറയുന്നുണ്ട്, മറന്നുപോയി. അപ്പം അവർ ശരിക്കും മൂർത്തി ജ്വല്ലറിക്കെതിരെ നിൽക്കാൻ വേണ്ടി വരുന്നതാണ്. ഇനി അത്ര പെട്ടെന്നൊന്നും മൂർത്തി ജ്വല്ലറി വളരില്ല എന്നൊക്കെ പറയുന്നു. അന്നേരം ജലജ ചോദിക്കുന്നുണ്ട് കേട്ടോ, ഗൾഫിൽ ആരാണ് നിൻ്റെ കൂടെ നിൽക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിപ്പോൾ അമ്മ അറിയണ്ട എന്ന് പറയുന്നു. അതിൻ്റെ കൂടെ തന്നെ അഭി പറയുന്നുണ്ട്, ഇപ്പം എനിക്കെതിരെ എന്തെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്നേക്കാൾ കൂടുതൽ വേദനിപ്പിക്കുന്നത് നവ്യയാണ്. അതുകൊണ്ട് അവളെ മുൻനിർത്തി വേണം നമുക്ക് കളിക്കാൻ. ഏതായാലും അവളെ കൂടെ നിർത്തി മുന്നോട്ട് പോകുമ്പം നമുക്കൊക്കെ ചില നേട്ടങ്ങളൊക്കെ ഉണ്ടാകും. ആ നേട്ടങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ അവളെ കൂടെ നിർത്തുന്നത്. അതെല്ലാം കഴിഞ്ഞ് അവളെയും ഇവിടുന്ന് ചവിട്ടി പുറത്താക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ജലജയോട് പറയും, അമ്മ വിഷമിക്കേണ്ട, നമ്മൾ ആഗ്രഹിച്ച പോലെ ഒരു ജീവിതം നമുക്ക് കിട്ടും എന്നൊക്കെ. പിന്നെ കാണിക്കുന്നത് ഓഫീസിലിരിക്കുന്നത് നമ്മുടെ അനിയാണ്. അപ്പം മാനേജർ അങ്ങോട്ട് വരുമ്പം ചോദിക്കുന്നുണ്ട്, അഭി അങ്ങോട്ട് വന്നു എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് വരാൻ പറയുന്നു. അഭി അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ മേ ഐ കമിൻ സാർ എന്നൊക്കെ ചോദിച്ചിട്ടാണ് കയറി ചെല്ലുന്നത്. എന്നിട്ട് പറയുകയാണ്, അകത്ത് ചെല്ലുമ്പം പറയുന്നുണ്ട്, ഇനി കയറിക്കോട്ടെ സാറേ എന്ന് ചോദിച്ചില്ലെങ്കിൽ നീ എന്നെ ഇവിടുന്ന് പുറത്താക്കിയാലോ, അതുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചത് എന്ന് പറയും. അന്നേരം അനി പറയുന്നുണ്ട്, നീ ചോദിച്ചിട്ട് കയറിയാലും നിൻ്റെ ഭാവി അങ്ങനെ തന്നെയാണ് എന്ന് പറയും. എന്നിട്ടൊരു ലെറ്റർ എടുത്ത് കൈ കൊടുക്കും. എന്നിട്ട് ആ വായിച്ച് നോക്കിയിട്ട് ഇതെന്താ എന്ന് ചോദിക്കുമ്പം അനി പറയുന്നുണ്ട്, ഇനി നിന്നെ ഇവിടെ ആവശ്യമില്ല, നീ എൻ്റെ ഏട്ടനെ സമൂഹത്തിൽ കൊച്ചാക്കി നാണം കെടുത്തി, അനാമികയെ കൂട്ടുപിടിച്ച് ഇൻ്റർവ്യൂവിലും എല്ലാം അവളെ കൊണ്ട് പറയിപ്പിച്ചു, എൻ്റെ ഏട്ടൻ ചീത്തയാണ്, കൊള്ളരുതാത്തവനാണ് എന്നൊക്കെ എന്ന് പറയുമ്പോൾ ഞാനല്ല അതൊന്നും ചെയ്തത് എന്ന് അഭി പറയും. അന്നേരം അത് മാത്രമല്ല അല്ലടാ, ഇതുപോലൊരു കമ്പനിയുടെ പേരിൽ കള്ളക്കടത്ത് സ്വർണം നീ വാങ്ങിച്ച് വിറ്റു, അതും ഒരു നാണക്കേട് തന്നെയാണ്. അതുകൊണ്ട് ഇത്രയൊക്കെ ചെയ്ത് നിന്നെ ഇനി ഈ കമ്പനിയെ വെച്ച് വാഴിക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. അതുകൊണ്ട് നിനക്ക് ഇവിടുന്ന് ഇറങ്ങാമെന്ന് പറയും. അന്നേരം നീ ആദർശനും മേലെ വളർന്നോ എന്ന് ചോദിക്കുമ്പം ഞാൻ ആരുടെയും മേലെ വളർന്നിട്ടില്ല, പക്ഷേ ഇപ്പം ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞാനാണ്. ഈ തീരുമാനത്തിനെതിരായിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിന്നെ ഇവിടെ നിലനിർത്തണം എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ കമ്പനി വിട്ടു പോകും എന്ന് പറയും. അന്നേരം അഭി പറയുന്നുണ്ട്, അല്ലെങ്കിലും ഞാൻ ഇവിടെ നിന്നത് ഇത്തിരി ബുദ്ധിമുട്ടി തന്നെയാണ്, നിൻ്റെ കീഴിലായതുകൊണ്ട്, എന്നേക്കാൾ പ്രായം കുറഞ്ഞ നിൻ്റെ കീഴിലായതുകൊണ്ട്. അതുകൊണ്ട് ഈ ജോലി എനിക്ക് വേണ്ട, ഇതെനിക്ക് പുല്ലാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് ആ ലെറ്റർ അങ്ങ് വലിച്ചു കീറി കളയുവാണ്. അന്നേരം അനി പറയുന്നുണ്ട്, നീ ഈ ലെറ്ററുമായിട്ട് വീട്ടിലോട്ട് ചെല്ലുക, അല്ലെങ്കിൽ നീ വീട്ടിലോട്ട് ചെന്നിട്ട് അവിടെ പോയി നിൻ്റെ ഭാര്യേനെയും അമ്മേനെയും ഒക്കെ കുത്തിയിളക്ക്. അതിൻ്റെ പേരിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും ശരി, ഞാൻ ഈ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്ന് തന്നെ പറഞ്ഞു നിൽക്കുന്നു അനി. അന്നേരം ദേഷ്യത്തിൽ അഭി പറയുന്നുണ്ട്, എനിക്ക് അനുഭവിക്കാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ഞാൻ അനുഭവിച്ചു കഴിഞ്ഞു, അതുകൊണ്ട് ഇനി അങ്ങോട്ട് അനുഭവിക്കാൻ പോകുന്നത് നിങ്ങൾ ഓരോരുത്തരുമാണ്, കരുതിയിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് അഭി അവിടുന്ന് പോകുന്നത്. ഇത് കേട്ട് ദേഷ്യത്തോടെ നിൽക്കുന്ന അനിയെയും കാണിക്കുന്നുണ്ട്.